വെള്ളിയാഴ്ചയോടെ സംസ്ഥാനത്ത് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. പുതിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി സംസ്ഥാനത്ത് മഴ കനക്കുമെന്നും മന്ത്രി അറിയിച്ചിട്ടുണ്ട്. അതേസമയം ശക്തമായ മഴ തുടരുന്ന പശ്ചാത്തലത്തിൽ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ റെഡ് അലർട്ടും 7 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും നിലവിലുണ്ട്. അട്ടപ്പാടി, പറമ്പിക്കുളം, നെല്ലിയാമ്പതി പ്രദേശങ്ങളിലേക്ക് രാത്രിയാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴയുമായി ബന്ധപ്പെട്ട് ജില്ലകളിലെ സാഹചര്യം എന്താണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, സമഗ്ര വിവരങ്ങൾ നോക്കാം. റമീസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജൂലൈ 19 വരെ വടക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും അതിശക്തമായ മഴ മുന്നറിയിപ്പാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നിലവിൽ കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ റെഡ് അലർട്ടും എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലും യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ വ്യാപക നാശനഷ്ടമാണ് സംസ്ഥാനത്തിൻ്റെ വിവിധയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇതുകൂടാതെ വിവിധ ജില്ലകളിലായി 14 ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറക്കുകയും 76 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെ നിരവധി കുടുംബങ്ങളെ ബന്ധുവീട്ടുകളിലേക്കും മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. കൂടാതെ എല്ലാ ജില്ലകളിലും 24 മണിക്കൂർ താലൂക്ക് തല കൺട്രോൾ റൂമുകളും തുറന്നിട്ടുണ്ട്. ശക്തമായ കാറ്റിനെയും മഴയെയും തുടർന്ന് പലയിടത്തും കൃഷിനാശവും വ്യാപകമായ രീതിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെടുന്ന രീതിയും ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട്, വയനാട്, ആലപ്പുഴ, ഇടുക്കി, പാലക്കാട് തുടങ്ങിയ ജില്ലകളിൽ ശക്തമായ മഴയെ തുടർന്ന് നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനും വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകാൻ സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരപ്രദേശത്ത് താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പുലർത്തണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിനു പുറമെ സംസ്ഥാനത്തെ വിവിധ വിനോദസഞ്ചാര കേന്ദ്രങ്ങളും താൽക്കാലികമായി അടച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലേക്ക് രാത്രി യാത്ര നടത്തുന്നതും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്.